എനിക്കതിൽ ഭയങ്കര രസമായിട്ട് തോന്നി. ഇതിൽ ഷാൻ അഭിനയിക്കുന്നുണ്ട്. ഷാൻ ഈസ് എ നൈസ് ആക്ടർ. അതായത് എടോ താനൊക്കെ എന്താണ് വിചാരിച്ചത്? ഞങ്ങളങ്ങ് കിഡ്നാപ്പ് ചെയ്യാന്നോ? എന്റെ ഡാഡി പറഞ്ഞാലല്ല ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. ഇവന്റെ കാര്യം പോട്ടെ. അപ്പൊ ഞാൻ പൊട്ടനാ? ഞാൻ ആരാണെന്നറിയോ? കേരളം കത്തും. നീയൊക്കെ ഏതാടാ? ഷാൻ റഹ്മാൻ എങ്ങനെ ഇത് ചെയ്തെങ്ങനെ? താനൊരു മണ്ടനാണോ മിസ്റ്റർ? What the hell? I've never seen such a bunch of dumbheads in my life. അമ്മ പോതുപ്പോ അവരുടെ കോംബോ സ്ക്രീനിൽ വരുമ്പോൾ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഷാൻ റഹ്മാൻ ആ ഹ്യൂമറിനെയൊക്കെ പുഷ് ചെയ്തേക്കുന്ന ഇവന്റെ ആ ചീഞ്ഞ കോമഡിക്ക് ഞാൻ നിങ്ങളോട് സോറി പറയാം. Why you saying sorry? It's a good comedy. പുള്ളി ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന നന്നായിരിക്കും. കാരണം ഈസ് എ നൈസ് ആക്ടർ. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഒരു സ്പീക്കറാണ്. നമ്മൾ പാടുന്നത് നമ്മൾ കേൾക്കണ്ടേ? ഭയങ്കര രസമായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലെ ഏറ്റവും രസമുള്ള 2 ആൾക്കാരെന്ന് പറയുന്ന പോലെ അങ്ങനെ അവരെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവരത് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ലാ, ദേവി ഉഗ്രകോപി തന്നെ. നീ അവിടെ വായിച്ചോ, ഞാനിവിടെ. നല്ല ഐറ്റം, അതായത് നല്ല രസത്തിൽ അവരുടെ കോംബോ പോയത്. അവർ ഓടുമ്പോഴൊക്കെ സാധനം പറയണത്, ഓടുമ്പോൾ സാധനം പറയണത്. നീ എന്താ പറഞ്ഞത്? ഓടാനാ? ഷാനിക്ക പ്ലീസ്, അതൊന്നും നടക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ഇനി എത്ര മീറ്റർ ഉണ്ട്? പുള്ളിക്ക് നല്ല ടൈമിംഗ് ഉണ്ട്. കറക്റ്റായിട്ട് കോമഡി സാധനം പരിപാടി ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി പിന്നെ അവർ പേഴ്സണലി അറിയാവുന്നതായിരിക്കാം വിനീതും ഷാൻ റഹ്മാനൊക്കെ ആയിട്ട്. സാംകുട്ടി വിനീതട്ടാ എനിക്ക് ഇമ്പാക്ട് തോന്നിയ ഒരു സീൻ എന്താ വെച്ചെങ്കിൽ, വിനീത് ശ്രീനിവാസൻ വന്നതിന് ശേഷം ധ്യാനിന്റെ റെഫറൻസ് വരുന്നതായി. ഐ ഹാഡ് രോമാഞ്ചം. ശ്രീനിവാസന്റെ മോൻ എന്റെ ധ്യാൻ ശ്രീനിവാസനെ പറഞ്ഞപ്പോഴേ ധ്യാനിന്റെ റെഫറൻസ് വന്ന ആ ഒരു സീൻ കത്തിയ കത്തല്. ആ ഇന്റർവ്യൂ കൊടുക്കുന്ന പയ്യനാണോ? അല്ലല്ല, മൂത്തത്. ഇന്റർവ്യൂ കൊടുത്ത ആൾക്കാർ നാച്ചിക്കുക. സൈബർ സെല്ലിൽ